മഴക്കാലവും നമ്മൾ മലയാളികൾക്ക് ഓരോ ദുരന്തത്തിന്റെ ദുരിതപ്പേത്തു കൂടിയാണ്. പ്രളയഭീതി ഒഴിയാത്ത ഒരു മഴക്കാലവും ഇതുവരെ കടന്നുപോയിട്ടില്ല. ഇത്തവണത്തെ മഴക്കാലവും ദേ ഇങ്ങെത്തി. എന്നാൽ 2025 നമ്മളെ കാത്തിരിക്കുന്നത് അതിതീവ്ര മഴയോ പ്രളയവുമോ അല്ല. കേരളവും തമിഴ്നാടും അടക്കം മുങ്ങിപ്പോകാൻ വരെ ചാൻസുള്ള വലിയ പ്രകൃതി ദുരന്ത സാധ്യതകളാണ് ഇപ്പോൾ കേരള തീരത്തെ സമുദ്രങ്ങൾ കാണിക്കുന്നത്. കമൽഹാസന്റെ ദശാവതാരം സിനിമ കാണാത്തവരാരും ഉണ്ടാകില്ല. 2004 നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലുണ്ടായ സുനാമിയുടെ ഭീകരതയാണ് സിനിമ പറയുന്നത്. ലാസ്റ്റ് ക്ലൈമാക്സിലെ സുനാമിയുടെ പ്ലോട്ട് കാണാൻ വേണ്ടി ഇന്നും ആ സിനിമ കാണുന്നവരേറെയാണ്. അന്ന് 2004 തമിഴ്നാട്ടിലെ സുനാമി നമ്മുടെ കേരളത്തിലും വലുതല്ലാത്ത രീതിയിൽ ബാധിച്ചിരുന്നു. ഒരു സംസ്ഥാനം മുഴുവൻ മുങ്ങിപ്പോകുന്ന അവസ്ഥ സങ്കല്പിക്കാനാകുമോ? എന്നാൽ ഇപ്പോൾ 2025 വീണ്ടും ഒരു വലിയ പ്രകൃതി ദുരന്തത്തിന്റെ സൂചനകളാണ് കാണുന്നത്. തമിഴ്നാട് തീരത്തെ മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയ ഓർ മത്സ്യമാണിപ്പോൾ ദുരന്ത ഭീതിക്ക് വീണ്ടും ആക്കം കൂട്ടിയത്. ആഴക്കടലിൽ മാത്രം സ്വാഭാവികമായി കാണുന്ന ഒരു മീനാണ് ഓവർഫിഷ്. അന്ത്യനാൾ മത്സ്യം എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ആഴക്കടലിൽ നിന്ന് അവ തീരപ്രദേശങ്ങളുടെ സമീപം എത്തുന്നത് സാധാരണ വലിയ ദുരന്ത സൂചനയാണ് നൽകുന്നത്. തീരപ്രദേശങ്ങളിലെ ഓർഫിഷ് സാന്നിധ്യം വരാനിരിക്കുന്ന വലിയ പ്രകൃതി ദുരന്തം പോലുള്ള അശുഭകരമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നുവെന്നാണ് വിശ്വാസം. നിരവധി മിഥ്യയും ഇതിനെക്കുറിച്ച് നിലവിലുണ്ട്. 2011 ജപ്പാൻ ഭൂകമ്പത്തിനും സുനാമിക്കും ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷ് കരയ്ക്കടിഞ്ഞതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സാധാരണ ഓർഫിഷ് 200 മുതൽ 1000 വരെ മീറ്റർ അടി ആഴത്തിലാണ് സമുദ്രങ്ങളിൽ കാണപ്പെടാറുള്ളത്. അപൂർവമായി മാത്രമേ ഇവ മുകളിലേക്കും വരാറുള്ളൂ. വെള്ളത്തിനടിയിലെ പ്രകമ്പനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഉപരിതലത്തിലേക്ക് ഇവ നീന്തിയെത്താറുള്ളത്. 30 മീറ്റർ വരെ നീളം വെച്ചേക്കാവുന്ന റിബൺ പോലെയാണ് ഈ ഓർഫിഷിന്റെ രൂപം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് നമ്മുടെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലെ സമുദ്രതീരത്ത് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ ഓർഫിഷ് കുടുങ്ങുന്നത്. വെള്ളി നിറത്തിലുള്ള പുറംതൊലിയുള്ള കൂറ്റൻ മത്സ്യം മത്സ്യത്തൊഴിലാളികൾക്കിടയിലാണ് ആദ്യം ആശങ്കകൾക്ക് വഴിവെച്ചത്. ജപ്പാന് പുറമെ മെക്സിക്കോയിൽ ഭൂമികുലുക്കമുണ്ടായതിന് തൊട്ടു മുമ്പായും ഓർഫിഷിനെ തീരങ്ങളിൽ കണ്ടതായും റിപ്പോർട്ടുകൾ അന്നുണ്ടായിരുന്നു. 2004 സുനാമിക്ക് ശേഷം വീണ്ടും ഒരു വലിയ ദുരന്ത ഭീഷണിയിലാണ് തമിഴ്നാടും കേരളവും. ആഴക്കടലിലെ ആവാസ വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകൾ കാരണമോ ചുറ്റുപാടിലെ മാറ്റങ്ങൾ കാരണമോ ആയിരിക്കാം ഓർഫിഷ് മുകളിലേക്ക് എത്തുന്നത്. ജപ്പാനീസ് വിശ്വാസപ്രകാരം ഓർഫിഷ് ഭൂമികുലുക്കത്തിന്റെ സൂചനയായാണ് കണക്കാക്കുന്നത്. അതേസമയം ഓർഫിഷ് തീരത്തടയുന്നതിനെ കുറിച്ച് ഭൂമികുലുക്കമോ മറ്റു പ്രകൃതി ദുരന്തത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകുന്നതാണെന്നൊന്നും ശാസ്ത്രലോകം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും പ്രകൃതിയുടെ കുറെ കാലങ്ങളായുള്ള മാറ്റങ്ങൾ അനുസരിച്ച് ഒരു സൂചനയും തള്ളിക്കളയാൻ കഴിയാത്ത അവസ്ഥയാണ്. തമിഴ്നാട്ടിലുണ്ടാകുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ കേരളത്തെയും സാരമായി തന്നെ ബാധിക്കാറുണ്ട്. ഇനിയും എന്താണ് പ്രകൃതി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം.